गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। अद्वैतानंद चिन्मात्र ज्योतिर्नारायणात्मकम् चकास्तु धर्मबोधाय नित्यमव्याहदात्मनाम्। ओम श्रीनारायण परमगुरवे नमः. എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ധർമ്മകൃതിയാണ് നമ്മൾ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൃതിയിലെ 5-ാമത്തെ അധ്യായമായ ആശ്രമ ധർമ്മങ്ങളുടെ സാമാന്യ ധർമ്മങ്ങൾ. ഈ അധ്യായത്തില് ബ്രഹ്മചര്യ ആശ്രമത്തിന്റെ സാമാന്യ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഗൃഹസ്ഥാശ്രമത്തിന്റെ സാമാന്യമായിരിക്കുന്ന സ്വഭാവം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചു. അതിനുശേഷം സന്യാസാശ്രമത്തിന്റെ ഒരു സംക്ഷിപ്തമായൊരു സ്വഭാവത്തിലേക്ക് ഗുരുദേവൻ വിരൽ ചൂണ്ടുകയാണ്. ഈ അധ്യായം കഴിഞ്ഞ് അടുത്ത അധ്യായം മുതൽ ഓരോ ആശ്രമങ്ങളുടെയും വിസ്തരിച്ച അധ്യയനം ഉണ്ടായിരിക്കും. ശ്ലോകം 133 ഒരു സന്യാസിയുടെ ധർമ്മത്തെ കുറിച്ചുള്ള സൂചന ലഭ്യമാകും. ഗുരു പറയുന്നു, സന്യാസിക്ക് 2 പ്രകാരത്തിലുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, മറ്റ് യാതൊരു പ്രകാരത്തിലുള്ള ആഗ്രഹങ്ങളും ഉണ്ടാകരുത് എന്ന് പറയും. നിഷ്കാമ കർമ്മ നിരതേ ജഗതസേവനേയ യാച്ച മോക്ഷേ വിഹായൈതേ നയതീനാം സ്പൃഹോചിത. ഒന്നുകൂടി വായിക്കാം. നിഷ്കാമ കർമ്മ നിരതേ ജഗതസേവനേയ യാച്ച മോക്ഷേ വിഹായൈതേ നയതീനാം സ്പൃഹോചിതഃ. 2 പ്രകാരത്തിലുള്ള ആഗ്രഹങ്ങൾ സന്യാസിമാർക്ക് വെക്കാം. അതിലൊന്ന് മോക്ഷത്തെ ആഗ്രഹിക്കലാണ്. ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമായ മോക്ഷം നേടണമെന്നുള്ള ആഗ്രഹം അതുണ്ടാകാം. ഈ ശ്ലോകത്തില് സന്യാസിമാരെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ കൂടിയും ഇതിൽ ആശയങ്ങൾ എല്ലാവർക്കും അനുവർത്തിക്കാവുന്നതാണ്. 2-ാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ സേവനമാണ്. ആ ലോകത്തിന്റെ സേവനം എപ്രകാരം ചെയ്യണം? നിഷ്കാമ ഭാവത്തോടു കൂടി, യാതൊരു ഫലത്തെയും ആഗ്രഹിക്കാതെ, യാതൊരു പ്രതിഫലത്തെയും ആഗ്രഹിക്കാതെ, ഒരു ഇച്ഛയും ഇല്ലാതെ ഈ ലോകത്തിന്റെ സേവനത്തിൽ മുഴുകുക. 2, ആത്യന്തിക ദുഃഖനിവൃത്തി എന്ന മോക്ഷത്തിന് വേണ്ടി ആഗ്രഹിക്കുക. ഈ 2 ആഗ്രഹങ്ങളും സന്യാസിമാർക്ക് ചേരാം. ഏതേ വിഹായ സ്പൃഹ യതീനാം ന ഉചിത എന്ന് ഗുരു പറയുന്നു. ഇവ കൂടാതെയുള്ള ആഗ്രഹങ്ങൾ യതികൾക്ക് ഉചിതമല്ല എന്ന് പറയുന്നു. നമ്മൾ പറഞ്ഞു, ഇതിൽ യതികളെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ കൂടി ഇതിന്റെ ആശയം എല്ലാ ആശ്രമികൾക്കും അനുവർത്തിക്കാവുന്ന ഒരു ആശയമാണ്. അടുത്ത ശ്ലോകത്തിൽ കുറച്ചും കൂടി ആശയത്തെ സ്പഷ്ടമാക്കിക്കൊണ്ട് ഗുരു പറയുന്നു, കർമ്മബന്ധ വിനിർമുക്തി നാസ്ത്യുപായോ മഹത്തരഃ തദേകാന്ത സുഖാപേക്ഷി കർമ്മ നിഷ്കാമമാചരേത് എന്ന് പറയുന്നു. ഈ കർമ്മബന്ധന വിനിർമുക്തി മഹത്തര ഉപായ നാസ്തി. ജീവിതത്തിൽ നമ്മെ എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന വലിയൊരു ഘടകം കർമ്മബന്ധനമാണ്. കർമ്മത്തിന്റെയും കർമ്മഫലങ്ങളുടെയും ബന്ധനമാണ്. നമ്മളത് സ്വസ്ഥമായിരുന്ന് ശാന്തമായ മനസ്സോടുകൂടി വിചാരം ചെയ്താൽ നമുക്കറിയാൻ സാധിക്കും, നമ്മൾ പലപ്പോഴും ദുഃഖിക്കുന്നത് വാസ്തവം നമുക്ക് വേണ്ടിയായിരിക്കില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത്, ബന്ധു, അങ്ങനെ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയായിരിക്കും നമ്മുടെ ദുഃഖത്തിന്റെ ബഹുഭൂരിഭാഗം ഉണ്ടാവുന്നത്. അതെന്തുകൊണ്ടാണ്? അത് കർമ്മചങ്കലയില് നമ്മൾ ഉണ്ടാക്കിയ ബന്ധനങ്ങള് അവ നമുക്ക് ദുഃഖങ്ങളായിട്ട് വരികയാണ്.
അപ്പൊ ഈ ബന്ധനങ്ങളുടെ ഉപായത്തിന് കർമ്മബന്ധനങ്ങളുടെ മോചനത്തിന് ഉപായത്തിന് ശ്രേഷ്ഠമായ ഒരു വഴിയെക്കുറിച്ച് ഗുരു പറയുകയാണ്. ഈ കർമ്മബന്ധനങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ട്, കർമ്മബന്ധനങ്ങളുടെ മോചനം എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യക്തിബന്ധങ്ങളുടെ, കുടുംബ ബന്ധങ്ങളുടെ ആ ചങ്ങലിൽ നിന്ന് പുറത്തേക്ക് കടക്കുക എന്നല്ല അർത്ഥം. മറിച്ച് നമ്മുടെ ആന്തരിക തലത്തില് അനേകായിരം കർമ്മങ്ങൾ ഉണ്ടാക്കിയ വലിയൊരു വല, എട്ടുകാലിയുടെ വല പോലെ, എട്ടുകാലിയുടെ വലയിൽ എങ്ങനെയാണ് ഒരു പ്രാണി കുടുങ്ങി കഴിഞ്ഞാൽ ആ പ്രാണിക്ക്, ഒരു ചെറു പ്രാണിക്ക് എവിടെ രക്ഷപ്പെടാൻ സാധിക്കില്ല. കാരണം ആ വലയുടെ പ്രത്യേകത അതിൽ ഒട്ടിപ്പിടിച്ചു പോകും. അതേപോലെ നമ്മൾ തന്നെ ചെയ്ത വലിയ കർമ്മങ്ങളുടെ ഫലമായി ആ കർമ്മങ്ങളുടെ വലയിൽ നമ്മൾ ഒട്ടിക്കിടക്കണം. അതുകൊണ്ട് ഏത് നിമിഷവും ഒരു മൃത്യു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം കടന്നു വരുന്നുള്ള ഭയത്തില് ആ വലയിൽ പെട്ട് ഇങ്ങനെ പേടിച്ചു കഴിയണം. അപ്പൊ ഇതിനെയാണ് ഗുരുദേവൻ കർമ്മബന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഈ കർമ്മബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഉപായം? അടുത്ത ചോദ്യം, ആരാണ് ഈ കർമ്മബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടത്? ഗുരു പറയുന്നു, ഏകാന്ത സുഖ അപേക്ഷി, ഏറ്റവും ശ്രേഷ്ഠമായ നിത്യമായ ഒരു സ്വസ്ഥതയും സമാധാനത്തെയും ആഗ്രഹിക്കുന്ന വ്യക്തി. ഏകാന്ത സുഖം എന്നുള്ള വാക്കിനെ തന്നെയാണ് മുൻപുള്ള ശ്ലോകത്തില് മോക്ഷം എന്ന വാക്കുകൊണ്ട് ഗുരു പറഞ്ഞിരിക്കുന്നത്. മോക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും സുഖം ലഭിക്കുന്നുണ്ട്, ദുഃഖമുണ്ട്, സുഖമുണ്ട്, അനുകൂലമായ അന്തരീക്ഷമുണ്ട്, പ്രതികൂലമായ അന്തരീക്ഷമുണ്ട്, എല്ലാം മാറി മാറി വരുന്നു. പക്ഷെ നിത്യമായിരിക്കുന്ന, ശാശ്വതമായിരിക്കുന്ന ദുഃഖത്തിന്റെ കണിക അല്പം പോലും ഇല്ലാതിരിക്കുന്ന ഒരു സുഖാവസ്ഥയെ നമ്മൾ അനുഭവിച്ചില്ല. നമുക്ക് സുഖം പോലും അനുഭവവേദ്യമാകുന്നത് ദുഃഖമുള്ളത് കൊണ്ടാണ്. അപ്പൊ ദുഃഖമേ ഇല്ല എന്ന് വരും. ദുഃഖമേ ഇല്ലാത്ത ഒരാൾക്ക് ഞാൻ അനുഭവിക്കുന്നത് സുഖമാണെന്ന് എങ്ങനെ നമുക്ക് തോന്നും? അപ്പൊ സുഖം എന്നുള്ള ആ വാക്കിന് പരിമിതിയുണ്ട്. മറിച്ച് നിത്യമായ ഒരു ആനന്ദം, ശാശ്വതമായ സമാധാനം, യാതൊരു പ്രകാരത്തിലുള്ള ദുഃഖത്തിന്റെ കണിക പോലും ഇല്ലാത്ത ശാശ്വതമായിരിക്കുന്ന ആ മനസ്സിന്റെ പ്രശാന്തതയാണ്, സമാധാനത്തെയാണ് എന്ത് പറയുന്നത്? മോക്ഷം എന്ന് പറയുന്നത്. ആ മോക്ഷത്തെയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ മോക്ഷം എന്ന് പറഞ്ഞ വാക്കിനെ 134 ശ്ലോകത്തിൽ ഗുരുദേവൻ ഏകാന്ത സുഖം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ പരമമായ ശാശ്വതമായ ആ പ്രശാന്തതയെ ആഗ്രഹിക്കുന്ന വ്യക്തി ആദ്യമായിട്ട് ചിന്തിക്കുന്നത്, ഈ പ്രശാന്തതയിലേക്ക് തനിക്ക് ഉയരണമെങ്കിൽ താനിപ്പോൾ അകപ്പെട്ടിരിക്കുന്ന കർമ്മബന്ധനങ്ങളുടെ ഈ ചങ്ങലിൽ നിന്ന് മുക്തമാകണം, ആന്തരികമായ തലത്തിൽ. ഇപ്പൊ കർമ്മബന്ധനങ്ങളുടെ ചങ്ങലിൽ നിന്ന് മുക്തമാകാൻ എന്താണ് വഴി? ആ വഴിയും ഗുരു പറയുന്നു, കർമ്മമാചരേത്. നോക്കൂ, ഇത് വളരെ വിചിത്രമായ ഒരു ഉപായമാണ്. നമ്മൾ ആ ശ്ലോകത്തിന് അന്വയത്തെ ഇപ്രകാരം ചിന്തിച്ചാൽ, കർമ്മബന്ധ വിനിർമുക്തി മഹത്തര ഉപായ കർമ്മമാചരേത്. കർമ്മബന്ധനങ്ങളുടെ വലിയ ഒരു കെട്ടുപാടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഉപായം കർമ്മത്തെ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു പ്രത്യേക ഉപായമല്ലേ? ഇപ്പൊ നമ്മൾ ഏതൊന്നിൽ നിന്നാണോ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് രക്ഷപ്പെടൽ സംഭവിക്കുന്നത്? ഒരാൾ ഒരു കുളത്തില് മുങ്ങി മരിക്കാൻ പോവുകയാണ്, ജലാശയത്തിന്റെ നടുവില്. അപ്പൊ ആ കുളത്തിൽ ആ വ്യക്തി മുങ്ങി മരിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ വ്യക്തി കുളത്തിൽ തന്നെ കഴിയണം എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അതേപോലെ ഒരാൾ ജയിലകപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ജയിലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി എന്താണ്? ജയിലിൽ തന്നെ താമസിക്കുക, ജയിലിൽ തന്നെ കഴിയുക എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അതേപോലെ കർമ്മങ്ങൾ ഉണ്ടാക്കിയ ഭീകരമായ ബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ വേണമെങ്കിൽ കർമ്മം തന്നെ ചെയ്യണമെന്ന് ഗുരു പറയുന്നു. ഒരു വസ്തു നമ്മെ ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിൽ സാമാന്യമായിട്ട് നമ്മളെല്ലാവരും ചെയ്യുക, ആ വസ്തുവിനെ നമ്മൾ അകറ്റും, അല്ലെങ്കിൽ ആ വസ്തുവിൽ നിന്ന് നമ്മൾ ദൂരെ പോകും. എന്തായാലും ആ വസ്തുവിനെ ഒഴിവാക്കും, ആ വസ്തുവുമായുള്ള സംസർഗം ഒഴിവാക്കും. നമ്മുടെ കയ്യിൽ നമ്മൾ അറിയാതെ അഗ്നി തീയിൽ സ്പർശിച്ചു, ഉടനെ നമുക്ക് ദുഃഖം വന്നു, നമ്മൾ എന്ത് ചെയ്യും? കൈ അകറ്റും. അപ്പൊ നമുക്ക് ദുഃഖം തരുന്ന, ബന്ധനം തരുന്ന ഏതൊരു സാഹചര്യത്തെയും വ്യക്തിയെയും എല്ലാറ്റിൽ നിന്നും നമ്മൾ സ്വയം അകലും, അല്ലെങ്കിൽ അതിനെ അകറ്റും. ഇതാണ് സംഭവിക്കും. അല്ലാതെ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തീയുടെ മുകളിൽ കൈവച്ചുകൊണ്ട് അയ്യോ പൊള്ളുന്നേ പൊള്ളുന്നേ എന്ന് ആരും പറയില്ല. ഒരാളൊരു മുറിയിലിരിക്കുന്നു, ആ മുറിയുടെ ചുറ്റുപാട് 4 വാതിലുണ്ടെന്ന് കരുതുക. ആ 4 വാതിലും മലർക്കെ തുറന്നു കിടക്കുകയാണ്. പക്ഷെ ആ മുറിയുടെ ഉള്ളില് ഒരു 110 ഡിഗ്രി ചൂടാണെന്ന് കരുതുക. ഏറ്റവും നമുക്ക് സഹിക്കാൻ പറ്റാത്ത താപനിലയാണ്. ആ ചൂടിൽ ഒരാൾ വെന്തുരുക്കുകയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ പുറത്തേക്ക് ഓടിപ്പോകാം, സുഖമായിട്ട് ഓടിപ്പോകാം. ഓടിപ്പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. പക്ഷെ ഓടിപ്പോകാതെ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അയ്യോ ചൂട് സഹിക്കാൻ വയ്യ, ഞാൻ ദുഃഖിതനാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞാൽ കാര്യമുണ്ടോ? ഒരു വ്യക്തി പറയാണ്, നിങ്ങൾക്ക് ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ മുറിയിൽ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞ രക്ഷ ഉണ്ടാകും.
ഇതുപോലെ കർമ്മബന്ധനത്തിന്റെ തീക്ഷ്ണമായ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷ വേണമെങ്കിൽ കർമ്മം തന്നെ ചെയ്തുകൊള്ളൂ എന്ന് ഗുരു പറയുന്നു. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? നമുക്ക് ആ കർമ്മത്തിന് ഗുരുദേവൻ ഒരു വിശേഷണം ചേർത്തിട്ടുണ്ട്. എന്ത് കർമ്മമാണ്? നിഷ്കാമ കർമ്മമാണ്. നിഷ്കാമ കർമ്മം ആചരേത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കർമ്മബന്ധ വിനിർമുക്തി മഹത്തരഹ ഉപായ. കർമ്മബന്ധനങ്ങളിൽ നിന്ന് മോചിതമാകാൻ ഏറ്റവും ശ്രേഷ്ഠമായ ഉപായമാണ് നിഷ്കാമ കർമ്മത്തെ ആചരിക്കുക എന്നുള്ളത്. ഈ നിഷ്കാമ കർമ്മത്തെ ആചരിക്കുക. നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞാൽ ഇച്ഛയില്ലാത്ത രീതിയിൽ, ഫലേച്ഛയില്ലാത്ത രീതിയിൽ, അതിൽ ആഗ്രഹമില്ലാതെ കർമ്മത്തെ ചെയ്യുക. അത് സാധ്യമാണ്. അതൊരിക്കലും സാധ്യമല്ല. കാരണം കർമ്മത്തെ ഉണ്ടാക്കുന്നത് തന്നെ കാമമാണ്. കാമം മീൻസ് ആഗ്രഹമാണ്. ഇച്ഛകളില്ലാതെ ലോകത്ത് ഏതെങ്കിലും ഒരു കർമ്മം ഉണ്ടാകുമോ? ഇപ്പൊ ഒരു വസ്തു ഉണ്ടാകുന്നതിന്റെ പുറകിൽ ആ വസ്തുവിനെ ഉണ്ടാക്കുന്നതായ കാരണങ്ങളുണ്ട്. കാരണങ്ങളില്ലാതെ കാര്യം ഉണ്ടാകുകയില്ല. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണ ഉണ്ടാക്കിയ നാളികേരം തുടങ്ങിയ കാരണങ്ങൾ പുറകിലുണ്ട്. എള്ളെണ്ണ ഉണ്ടെങ്കിൽ ആ എള്ളെണ്ണ ഉണ്ടാക്കിയ എള്ള് തുടങ്ങിയ കാരണങ്ങൾ പുറകിലുണ്ട്. അപ്പൊ കാരണമില്ലാതെ ഒരിക്കലും കാര്യം ഉണ്ടാക്കില്ല. കർമ്മം ഒരു കാര്യമാണെങ്കിൽ ആ കർമ്മത്തെ ഉണ്ടാക്കിയ കാരണമാണെന്ത്? ഇച്ഛ. നമ്മൾ ഇതിനു മുമ്പ് ദർശനമായതിൽ ആ കർമ്മത്തിന്റെ ഒരു പദ്ധതിയെ പഠിച്ചിരുന്നു. ഒരു വ്യക്തി കർമ്മം ചെയ്യുന്നതിൽ ആ കർമ്മം എങ്ങനെ ഉത്പന്നമാകുന്നു എന്ന് പഠിച്ചിരുന്നു. അപ്പൊ കർമ്മത്തിന്റെ പുറകിൽ ഇച്ഛയുണ്ട്, ആഗ്രഹമുണ്ട്. എനിക്ക് ചായ കുടിക്കണം എന്ന ഇച്ഛ ഉണ്ടായി. ആ ഇച്ഛ ഉണ്ടായെങ്കിലേ നമുക്ക് ചായ കുടിക്കാൻ സാധിക്കുള്ളൂ. ചായ കുടിക്കുക എന്നുള്ള കർമ്മത്തിലേക്ക് എത്താൻ സാധിക്കും. അല്ലാതെ ഒരാൾ ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്നു, ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ സഞ്ചരിക്കുന്നു, ഒരു കപ്പ് ചായ എടുത്തുകൊണ്ട് വരുന്നു, കുടിക്കുന്നു, അങ്ങനെയില്ല. ആ ഇച്ഛയാണ് അദ്ദേഹത്തെ ആ കർമ്മത്തിലേക്ക് നയിച്ചത്. അപ്പൊ ഇച്ഛ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ പഠിച്ചു. ഇച്ഛ ഉണ്ടാകുന്നത് എപ്പോഴും നമ്മുടെ അപൂർണത ബോധത്തിൽ നിന്നാണ് ഇച്ഛ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഞാൻ പൂർണ്ണനല്ല എന്നുള്ള തോന്നൽ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പൂർണ്ണതയെ നേടാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ ഇച്ഛ ഉണ്ടാകുന്നു. ആ ഇച്ഛയിൽ നിന്ന് പൂർണ്ണതയെ നേടാനുള്ള കർമ്മം ഉണ്ടാകുന്നു. അങ്ങനെയാണ് ആ ഒരു പ്രക്രിയ കിടക്കുന്നത്. നോക്കൂ, ലോകത്തിലെ എല്ലാ വ്യക്തികളും തന്നെ എല്ലാ പ്രകാരത്തിലുള്ള കർമ്മങ്ങളും ചെയ്യുന്നത് അപൂർണതാബോധത്തിൽ നിന്നുമാണ്. എന്റെ ഉള്ളിൽ തോന്നുകയാണ് എനിക്ക് ആവശ്യത്തിന് സുരക്ഷിതത്വമില്ല, സുരക്ഷിതത്വത്തിന്റെ ഒരു അപൂർണത എനിക്ക് അനുഭവപ്പെടുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? എന്റെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള ഉപായങ്ങളെ സമാർജിക്കാനുള്ള ഇച്ഛ ഉണ്ടാവും. ആദ്യമായിട്ട് പണം സമ്പാദിക്കണം, ചുറ്റുപാടും ബന്ധുജനങ്ങൾ ഉണ്ടാക്കണം, ആൾബലത്തെ ഉണ്ടാക്കണം, ഒരു വീടുണ്ടാക്കണം. അങ്ങനെ എനിക്ക് സുരക്ഷിതമായിരിക്കാനുള്ള എല്ലാ സാഹചര്യത്തെയും സമ്പാദിക്കണം എന്നുള്ള ഇച്ഛ ഉണ്ടാകും. ആ ഇച്ഛയിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? കർമ്മം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളില് അപൂർണതാബോധം ഇല്ലെങ്കിലോ ഞാൻ പരിപൂർണനാണ് എല്ലാം കൊണ്ടും. എനിക്ക് ധനം കൊണ്ടും അല്ലെങ്കിൽ സമാധാനം കൊണ്ടും ശ്രേയസ് കൊണ്ടും പ്രേയസ് കൊണ്ടും സന്തോഷം കൊണ്ടും എല്ലാ പ്രകാരത്തിലും ഞാൻ പരിപൂർണനാണ് എന്ന് വരികിൽ നമ്മുടെ ഉള്ളിൽ യാതൊരു പ്രകാരത്തിലുള്ള ഇച്ഛയുണ്ടാവില്ല. അപ്പൊ ഇച്ഛ ഉണ്ടാക്കാൻ കാരണം അപൂർണതാബോധമാണ്. അപൂർണതാബോധത്തിന്റെ കാരണം എന്താണ്? അപൂർണതാബോധത്തിന്റെ കാരണമാകട്ടെ നമ്മുടെ യഥാർത്ഥമായ പൂർണ്ണതയെ കുറിച്ചുള്ള അജ്ഞാനമാണ്. ഞാനൊരു പൂർണ്ണ സ്വരൂപനായ വ്യക്തിയാണ്, ഞാൻ സമ്പൂർണനാണ് എന്നതിനെ കുറിച്ച് നമുക്ക് ജ്ഞാനമില്ല. മറിച്ച് ഞാൻ ഒരുപാട് അപൂർണതകളോടൊത്ത വ്യക്തിയാണ് എന്ന ധാരണയാണ് നമുക്കുണ്ടായിരിക്കുന്നത്. ഒരു ഒരു വ്യക്തി, ആ വ്യക്തി വലിയൊരു ദരിദ്രനാണെന്ന് കരുതുക. ജീവിതത്തിൽ ഒരുപാട് ദാരിദ്ര്യത്തെ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിന് വേണ്ടി, മകന് വേണ്ടിയിട്ട് ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടാക്കി. ആ സമ്പത്തൊക്കെ വീട്ടിൽ തന്നെ, പണ്ടത്തെ കാലത്താണ്, ഇന്നത്തെ പോലെ ബാങ്ക് സിസ്റ്റം ഒന്നുമില്ല, വീട്ടിൽ തന്നെ ഒരു സ്ഥലത്ത് ഭംഗിയായിട്ട് അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, വളരെ നിഗൂഢമായിട്ട്, ഒരു നിധി എന്നതുപോലെ. അപ്പൊ ആ ധനം സൂക്ഷിച്ച സ്ഥലത്താണ് ഇദ്ദേഹം ഒരു പായ വിരിച്ച് ആ പായയിൽ നിത്യവും കിടന്നുറങ്ങാം. ഈ മകൻ ആ പായ മാറ്റി മണ്ണൊന്ന് കുഴിച്ചു നോക്കിയാൽ അച്ഛന് സമ്പാദിച്ച മകന് വേണ്ടി കൊടുത്തു വെച്ച ധനമുണ്ട്. അപ്പൊ പായയിൽ കിടന്നുകൊണ്ട് മകൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അയ്യോ എന്റെ ജീവിതം എത്ര കഷ്ടമാണ്, എനിക്ക് ധനമില്ലല്ലോ. അപ്പൊ ധനമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന വേളയിൽ തന്നെ തൊട്ടു താഴെ ധനമുണ്ട്, വലിയ ധനത്തിന്റെ ഉടമസ്ഥനാണ് ആ വ്യക്തി. അതേപോലെ ഞാനിതിന് മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. ഒരിക്കലും വലിയൊരു രാജാവിന്റെ മകൻ ചെറുപ്പകാലത്ത് വളരെ കുഞ്ഞുനാളിൽ 4-5 വയസ്സാകുമ്പോൾ എങ്ങനെയോ വീടും കൊട്ടാരവും ഒക്കെ നഷ്ടപ്പെട്ടു. കൊട്ടാരം നഷ്ടപ്പെട്ടല്ല, അവിടുന്ന് മാറി മറ്റൊരു പ്രദേശത്തേക്ക് എങ്ങനെയോ എത്തിപ്പെട്ടു. അങ്ങനെ ഭിക്ഷാടകരുടെ കൂടെ കുറച്ചു കാലം താമസിച്ചു.
അങ്ങനെ ഒരു ഭിക്ഷക്കാരനായിട്ട് മാറി. ആ വ്യക്തി ഭിക്ഷക്കാരനായിട്ട് ജീവിക്കുമ്പോഴും, നമുക്ക് ഭിക്ഷയാചിച്ച് ജീവിക്കുമ്പോഴും ആ വ്യക്തി അളവറ്റ ധനത്തിന്റെ ഉടമസ്ഥനാണ്. ആ വ്യക്തിയെ ജസ്റ്റ് ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി, ഞാൻ ഈ രാജാവിന്റെ മകനാണ്. അതോടുകൂടി ആ വ്യക്തിയുടെ എല്ലാ ദാരിദ്ര്യം അവസാനിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിൽ പൂർണ്ണത, ഈശ്വരൻ പൂർണ്ണ സ്വരൂപനായിട്ട് കുടികൊള്ളുന്നു. സർവ്വ ഐശ്വര്യങ്ങളുടെയും വിളനിലമായ സാക്ഷാൽ ഭഗവാൻ അന്തര്യാമിയായിട്ട് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നു. ആ ഭഗവത് തത്വത്തെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദാരിദ്ര്യവും കഷ്ടപ്പാടും മാറും. പക്ഷെ അതിനെക്കുറിച്ചുള്ള അജ്ഞത കാരണമാണ് നമ്മൾ സ്വയം ഒരു അപൂർണൻ എന്ന് കൽപ്പിക്കുന്നത്. അങ്ങനെ അപൂർണൻ എന്ന് കൽപ്പിക്കുന്നത് കാരണം എന്ത് സംഭവിക്കുന്നു? പൂർണ്ണതയെ നേടാനുള്ള ഇച്ഛ വരുന്നു. പൂർണ്ണതയെ നേടാനുള്ള ഇച്ഛയിൽ നിന്നാണ് നമ്മുടെ എല്ലാ കർമ്മം, ഇന്നോളം നാം എന്ത് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ, രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ ഓടരാ ഓട്ടം, ഇതെല്ലാം എന്താണ്? ഇതിന്റെ ഹേതു എന്താണ്? ബേസിക് ഹേതു അപൂർണതാ ബോധമാണ്. അപ്പൊ ആ അപൂർണതാ ബോധത്തിൽ നിന്ന് ഉണ്ടായ ഇച്ഛയാണ് കർമ്മത്തെ പ്രേരിപ്പിക്കുന്നത്. ഇച്ഛയാണ് ഇവിടെ സംസ്കൃത പദത്തിൽ കാമം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ, ഇച്ഛ എന്ന് ഈ സന്ദർഭത്തിൽ അർത്ഥമെടുക്കാം. അപ്പൊ നമുക്ക് ഇച്ഛയില്ലാതെ, കാമമില്ലാതെ ഏതെങ്കിലും ഒരു കർമ്മം ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കും? ഒരിക്കലും ചെയ്യാൻ സാധിക്കും. ഈ യന്ത്രത്തെ പോലും എഴുന്നേറ്റിരുന്ന് നമ്മൾ ഒരു കർമ്മവും ചെയ്യില്ല. ഇച്ഛയാണ് നമ്മളെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇച്ഛാരഹിതമായിട്ട് കർമ്മം ചെയ്യാൻ സാധിക്കുക? ഗുരു പറയുന്നു, നിഷ്കാമ കർമ്മം ആചരിയത്. കർമ്മബന്ധനങ്ങളിൽ നിന്ന്, കർമ്മത്തിന്റെ തീക്ഷ്ണമായ വേദനയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഇച്ഛാരഹിതമായിട്ട് കർമ്മങ്ങളെ ചെയ്യുന്നു. ഇച്ഛാരഹിതമായിട്ട് ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു കർമ്മത്തെയും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇച്ഛ നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമ്മൾ കൽപ്പിക്കുന്നല്ല അങ്ങനെ ഒരു ഇച്ഛ ഉണ്ടാകട്ടെ, ഇച്ഛ ഉണ്ടാകട്ടെ. കാരണം നമ്മുടെ അപൂർണതാ ബോധമാണ് ഇച്ഛ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇച്ഛ ഒരിക്കലും നമ്മുടെ നിയന്ത്രണത്തിലുള്ള സംഭവമല്ല. പക്ഷെ ഇച്ഛയുടെ കാര്യത്തിൽ നമുക്ക് ഒരു അധികാരമുണ്ട്, വളരെ സവിശേഷമായ ഒരു അധികാരം. എന്താണ് ആ അധികാരം? ആ ഇച്ഛ ആരുടെ ഇച്ഛയാക്കി മാറ്റാം എന്നതിൽ നമുക്ക് അധികാരമുണ്ട്. ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് ആ ഗൃഹസ്ഥൻ തന്റെ കുടുംബത്തെ പരിപാലിക്കുന്നത് പലപ്പോഴും ആ വ്യക്തിയുടെ ഇച്ഛയ്ക്ക് വേണ്ടിയിട്ടാണോ? അല്ല, ആ വ്യക്തിയുടെ ഇച്ഛയെ മാറ്റിവെച്ച് ഭാര്യയുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ, കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ, തൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ, സുഹൃത്തുക്കളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ, നമുക്ക് മറ്റുള്ള ആളുകളുടെ ഇച്ഛയെ പൂർത്തീകരിക്കാൻ നാം കർമ്മം ചെയ്യുന്നു. നമ്മുടെ പ്രായോഗികമായ ലോകത്തോട് കാണുന്ന കാര്യമാണ്. ഇതേ യുക്തി നമ്മളെടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇച്ഛ ആ സ്ഥാനത്ത് നമ്മുടെ നിന്ന് മാറ്റിയിട്ട് ഗുരുവിന്റെ ഇച്ഛയ്ക്ക് വേണ്ടി, ഈശ്വരന്റെ ഇച്ഛയ്ക്ക് വേണ്ടി നാം കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ കർമ്മത്തെയാണ് എന്ത് പറയുന്നത്? നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത്. കാരണം നിഷ്കാമ കർമ്മം എന്നുള്ളത് പലപ്പോഴും ഗുരുവിന്റെ കൃതികളിലും, അത് ആ വാക്ക് തന്നെ ഉപയോഗിച്ചില്ലെങ്കിലും മറ്റു പ്രകാരത്തിലുള്ള വാക്കിലൂടെ നിഷ്കാമം എന്നുള്ള വാക്കും കാണാൻ സാധിക്കും. അതേപോലെ നമ്മുടെ പൗരാണികമായ ആധ്യാത്മികമായ പല ടെക്സ്റ്റുകളിൽ നിഷ്കാമ കർമ്മം എന്ന് കാണാൻ സാധിക്കും. ഭഗവത്ഗീതയിൽ കാണാൻ സാധിക്കും. അപ്പൊ നിഷ്കാമ കർമ്മം എന്ന് ആ വാക്ക് കേൾക്കുമ്പോൾ ഒരു ആഗ്രഹവും ഇല്ലാതെ കർമ്മം ചെയ്യുക എന്ന് അർത്ഥം കൊടുക്കരുത്. കാരണം ആഗ്രഹമില്ലാതെ കർമ്മം ഉണ്ടാവുക തന്നെയില്ല. കർമ്മം ഉണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ആഗ്രഹം ഉണ്ടാകും. അപ്പോ ആ ആഗ്രഹം, എൻ്റെ ഉള്ളിലുള്ള ആ ഇച്ഛ നാം ഗുരുവിന്റെ ഇച്ഛയാക്കി മാറ്റി, എൻ്റെ ഉള്ളിലെ ഇച്ഛ ഈശ്വരേച്ഛയാക്കി മാറ്റി കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിനെന്തു പറയാം? നിഷ്കാമമായിരിക്കുന്ന കർമ്മം എന്ന് പറയാം. ആ കർമ്മമാണ് വാസ്തവത്തിൽ നമ്മെ കർമ്മ ബന്ധനങ്ങളുടെ വലിയ നീരാളിപ്പെടുത്തുന്നത്, രക്ഷപ്പെടുത്തുന്നത്. നമ്മുടെ ഉള്ളിൽ ഈ നിഷ്കാമ ഭാവന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നാം ചെയ്യുന്ന കർമ്മത്തിന്റെ 100 ഇരട്ടി കർമ്മം വളരെ ആയാസരഹിതമായി സന്തോഷമായിട്ട് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് ജീവിതത്തെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ നമ്മുടേതായ എന്തെങ്കിലും ഒരു കർമ്മം എടുക്കുക, അല്ലെങ്കിൽ ഗുരുവിന്റെ, ഈശ്വരൻ എന്തെങ്കിലും ഒരു കർമ്മം എടുക്കുക. ഈശ്വരീയമായ കർമ്മം നാം എപ്പോഴും ചെയ്യുമ്പോഴും അത് നാം ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ വലിയ ശക്തിയോടുകൂടി, വ്യാപകതയോടുകൂടി ആ കർമ്മം അവിടെ സംഭവിക്കും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ഒരു 10 പേരുടെ ഒരു ചെറിയൊരു പരിപാടി, പക്ഷെ അത് നടന്നു വരുമ്പോൾ 100 കണക്കിന് പേര് പങ്കെടുത്തൊരു മഹാകർമ്മമായിട്ട് മാറും. ആ മഹാകർമ്മം നമ്മൾ വീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ കരുതും, ഇത്രയും വലിയൊരു കർമ്മം എൻ്റെ വീട്ടിലൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ വീട്ടിലൊരു ഫംഗ്ഷനോ വീട്ടിലൊരു ചെറിയ എന്തെങ്കിലും ഒരു കാര്യത്തിനോ വേണ്ടി ഞാൻ അധ്വാനിക്കുമ്പോൾ, ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഞാൻ എത്രമാത്രം റിസ്ക് എടുക്കുന്നു, എത്രമാത്രം ഊർജം, എത്രമാത്രം ടെൻഷൻ, സമ്മർദ്ദം ഉണ്ടാകുന്നു. നേരെ മറിച്ച് ഈശ്വരീയമായ ഒരു കാര്യത്തോടെ നാം പ്രവർത്തിക്കുന്ന സമയത്ത് ആ കർമ്മത്തിലെ റിസൾട്ട് വലുതാകുന്നു. നമുക്ക് ടെൻഷൻ ഇല്ലാന്ന് മാത്രമല്ല, നമ്മൾ സന്തോഷവാനാകും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട, വെള്ളം കുടിക്കേണ്ട, നമ്മുടെ ഒരു മതോന്മത്തൻ അവസ്ഥ. മതോന്മത്തൻ മീൻസ് ഉള്ളിൽ ആനന്ദം നിറഞ്ഞൊരവസ്ഥ
ഗുരുവിന്റെ സേവനത്തിലോ ഈശ്വരീയമായ മറ്റു കാര്യങ്ങളിലോ ഏർപ്പെടുമ്പോൾ നമുക്ക് അനുഭവിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ദൃഷ്ടാന്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം, നമ്മുടെ ഇച്ഛ അത് ഈശ്വരേച്ഛയാക്കി മാറ്റി ഗുരുവിന്റെ ഇച്ഛയാക്കി മാറ്റി നാം കർമ്മം ചെയ്യുന്ന വേളയിൽ ആ കർമ്മം നമ്മെ എല്ലാ പ്രകാരത്തിലുള്ള കർമ്മത്തിന്റെ മറ്റു കർമ്മങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഈ ഒരൊറ്റ വഴി മാത്രമേ, അല്ലാതെ വേറൊരു വഴിയുമില്ല എന്ന് ഗുരു പറയുന്നു. ഇനി അടുത്ത ചോദ്യം, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കർമ്മങ്ങളെ ഈശ്വരേച്ഛാപൂർവം ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഗുരുവിന്റെ ഇച്ഛാപൂർവം എന്റെ കർമ്മം ചെയ്യാൻ സാധിക്കുന്നത്? അത് നാം ഏത് ആശ്രമത്തിലാണോ ആ ആശ്രമ ധർമ്മങ്ങളെ അനുഷ്ഠിച്ചാൽ മതി. ഗുരു പറയുന്നു, നിങ്ങളൊരു ബ്രഹ്മചാരിയാണെങ്കിൽ, ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, ആ വിദ്യാർത്ഥിക്ക് വേണ്ടി തന്നിരിക്കുന്ന ധർമ്മങ്ങൾ, ആ മര്യാദകൾ നമ്മൾ അനുവർത്തിച്ചാൽ മതി. നാം ഒരു ഗൃഹസ്ഥനാണെങ്കിൽ ആ ഗൃഹസ്ഥന് വേണ്ടി തന്നിരിക്കുന്ന മര്യാദകൾ, ധർമ്മങ്ങൾ, കടമകൾ, ആ കടമകളെ ഗുരു നിർദ്ദേശിച്ച രീതിയിൽ, ഒരു ഗൃഹസ്ഥൻ എന്ന് പറയുന്നത് നമ്മൾ ലോകത്ത് കാണുന്ന ദമ്പതികൾ എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞു, ഗൃഹസ്ഥാശ്രമി എന്ന് പറയണമെങ്കിൽ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ ആചരിക്കുന്ന വ്യക്തിയാണ് ഗൃഹസ്ഥാശ്രമി എന്ന് പറയുന്നത്. അല്ലാതെ കല്യാണം കഴിച്ചുകൊണ്ട് രണ്ടുപേരും ഒരിക്കലും ഗൃഹസ്ഥാശ്രമികളാകുന്നില്ല. ഒരു കാവ്യ വസ്ത്രത്തെ ധാരണ ചെയ്തുകൊണ്ട് ആരും സന്യാസിയാവുന്നില്ല. കാവ്യ വസ്ത്രം ഇഷ്ടം പോലെ കിട്ടും. ഇപ്പൊ നാളെ സുപ്രഭാതത്തിൽ ഒരാൾ ഒരു കാവ്യം എടുത്തണിഞ്ഞു, സന്യാസി എന്ന് വിളിക്കാൻ പറ്റും? സന്യാസ വൃത്തി, സന്യാസാശ്രമ ധർമ്മത്തെ ആചരിക്കുന്ന സന്യാസ വൃത്തിയോടൊത്ത ഒരാളാണ് സന്യാസി എന്ന് പറയുന്നത്. അപ്പൊ തത്തത് ആശ്രമങ്ങളെ, അതാത് ആശ്രമ ധർമ്മങ്ങളെ ആചരിക്കുക, അങ്ങനെ ആചരിക്കുന്നതിനുള്ള സ്വാഭാവികമായിട്ട് നമ്മുടെ കർമ്മം എന്തായിട്ട് മാറും? അത് ഗുരുവിന്റെ ഇച്ഛാപൂർവമായ കർമ്മമായിട്ട് മാറും, ഈശ്വരേച്ഛാപൂർവമായ കർമ്മമായിട്ട് മാറും. ഇങ്ങനെയുള്ള കർമ്മത്തിന് മാത്രമേ നമ്മെ സകല പ്രകാരത്തിലുള്ള ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കാൻ സാധിക്കൂ. അല്ലാതെ നാം എത്രത്തോളം എങ്ങനെയൊക്കെ കർമ്മം ചെയ്തു കഴിഞ്ഞാലും ആ കർമ്മം നമ്മെ കൂടുതൽ കൂടുതൽ ദുഃഖത്തിലേക്ക് മാത്രമേ തള്ളി നീക്കുകയുള്ളൂ. നമ്മൾ എത്രയൊക്കെ പോളിഷ് ചെയ്യാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഇത്തരം ആധ്യാത്മികമായ സിദ്ധാന്തങ്ങളെ ലാഘവത്തോടു കൂടി, പുച്ഛത്തോടു കൂടി തള്ളിക്കളയാൻ ശ്രമിച്ചാൽ, ഇത്തരം കാര്യങ്ങളെ പറയുന്ന ആളെ വരട്ടുവാദിയായിട്ട് തള്ളിക്കളയാൻ ശ്രമിച്ചാൽ, എന്തൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും നിഷ്കാമ ഭാവത്തിൽ ആചരിക്കാത്തത് കർമ്മം നമുക്ക് ആത്യന്തികമായിട്ട് ദുഃഖമേ തരും. അത് നിസ്സംശയമാണ്. അതുകൊണ്ട് ഗുരുദേവൻ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, മഹത്തര ഉപായ നാസ്തി എന്ന് പറഞ്ഞു. ഇതും ഒരു ഉപായമാണ്, നിങ്ങൾ പരിശോധിച്ച് നോക്കൂ എന്നല്ല പറഞ്ഞത്. അതായത് നിങ്ങളുടെ ദുഃഖത്തിൽ നിന്ന് മാറാൻ നിഷ്കാമ കർമ്മത്തെ ആചരിക്കുക എന്നുള്ള ഒരു ഉപായമുണ്ട്. ആ ഉപായത്തെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ, ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് മഹത്തര ഉപായ നാസ്തി, ഇതല്ലാതെ മറ്റൊരു ഉപായവും തന്നെ ഇല്ല എന്ന് പറഞ്ഞു. മറ്റൊരു ഉപായവും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നോളം നമ്മൾ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടേതായ രീതിയിൽ നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമങ്ങളൊന്നും ദുഃഖത്തിനെ മറികടക്കുവാൻ പര്യാപ്തമല്ല എന്ന് ഗുരു അസന്നിഗ്ധമായിട്ട് ഇവിടെ കൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നാസ്തി എന്നുള്ള ആ നിഷേധ പദം ഉപയോഗിച്ചത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ ഈ ആശ്രമധർമ്മത്തിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ ഉപസംഹരണത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ശ്ലോകങ്ങളിൽ ഗുരു പറയുന്നു 135 ബഹുദാപി വിഭക്തം തത് സാധു മാനവ ജീവിതം തത്തദാശ്രമ സംബന്ധ വിവിധയോ വിവിധാപി. ചൊല്ലാം. ബഹുദാപി വിഭക്തം തത് സാധു മാനവ ജീവിതം തത്തദാശ്രമ സംബന്ധ വിവിധയോ വിവിധാപി. നല്ല തരത്തിലുള്ള മനുഷ്യജീവിതം, തത്തത് സാധുമാനവ ജീവിതം, തത് സാധുമാനവ ജീവിതം, ഏറ്റവും ശ്രേഷ്ഠമായൊരു ജീവിതം. ആ മനുഷ്യ ജീവിതത്തെ ബഹുദാവി വിഭക്തം, പല പ്രകാരത്തിലും വിഭജനം ചെയ്തിരിക്കുന്നു. ഏത് പ്രകാരത്തിൽ? തത്തദാശ്രമ സംബന്ധ വിധയ അഭിവിധ, ഓരോരോ ആശ്രമധർമ്മങ്ങളാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റിയിരിക്കുന്നു. ആ ആശ്രമധർമ്മങ്ങളിൽ നമ്മുടെ സ്ഥിതി എന്താണ്? ഞാൻ ഏത് ആശ്രമത്തിലാണ് നിൽക്കുന്നത്? ആ ആശ്രമധർമ്മത്തെ നമ്മൾ അനുഷ്ഠിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് പലരും ഞാൻ പറയുന്നത് കേൾക്കാറുണ്ട്. ഇപ്പൊ സന്യാസിമാരുടെ കുറ്റവും കുറവും ചൂണ്ടിക്കാണിച്ച് പലരും പൊതുസമൂഹത്തിൽ സംസാരിക്കാറുണ്ട്. നിങ്ങൾ സന്യാസിയല്ല, ഇങ്ങനെയാണോ സന്യാസിയായി ജീവിക്കേണ്ടത്? അവർ പറയുന്നത് 100% ശരിയാണ്. കാരണം സന്യാസ ആശ്രമധർമ്മങ്ങളെ ഒരു സന്യാസ വേഷധാരിയായ ഒരു വ്യക്തിക്ക് അതിനെ പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പൊതുസമൂഹം ചൂണ്ടിക്കാണിക്കും, നിങ്ങളൊരു സന്യാസിയല്ലേ, നിങ്ങൾ ഈ രീതിയിലാണോ ജീവിക്കേണ്ടത്? ഇത് നിങ്ങൾക്ക് ചേർന്നാണോ? അല്ല, നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം, അങ്ങനെയല്ല ഒരു സന്യാസിയായി ചെയ്യേണ്ടത്. സന്യാസിയാണെന്ന് പറയുകയും ചെയ്യുന്നു, നിങ്ങൾ അതിന് വിരുദ്ധമായി ജീവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സന്യാസാശ്രമ ധർമ്മത്തെ ചൂണ്ടിക്കാണിച്ചപ്പോഴും സന്യാസിമാരെ വിമർശിക്കുന്ന ഒരു ശൈലി നമുക്ക് കേരളീയമായ ഒരു സാഹചര്യത്തിൽ കാണാൻ സാധിക്കും.
പക്ഷെ ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് കേവലം സന്യാസിമാർക്ക് മാത്രമല്ല ആശ്രമധർമ്മങ്ങളുള്ളത്. ഓരോ വ്യക്തിക്കും ആശ്രമധർമ്മമുണ്ട്. ഒരാൾ സന്യാസിയായി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സന്യാസാശ്രമ ധർമ്മത്തെ പാലിച്ചാൽ മതി. അതേപോലെ ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളുണ്ട്, വ്യക്തമായ ധർമ്മങ്ങളുണ്ട്. അത് ഗുരു കൽപ്പിച്ച ധർമ്മങ്ങളുണ്ട്. ഈ വചനങ്ങളെല്ലാം ഗുരുവിന്റെ വചനങ്ങളാണ്. ആത്മാനന്ദ സ്വാമികള് ഗുരുവിന്റെ ഒരു പ്രതിനിധിയായിട്ട് സംസ്കൃത ശ്ലോകങ്ങൾ പകർത്തി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ ആശയങ്ങളെല്ലാം ഗുരുദേവനാണ് ആത്മാനന്ദ സ്വാമികൾക്ക് പങ്കുവച്ചത്. ഈ കൃതി പൂർത്തിയായി ഗുരുദേവൻ ഈ കൃതിയെ പരിശോധിച്ച് തെറ്റുകൾ തിരുത്തി അനുമതി കൊടുത്തതിന് ശേഷമാണ് ഇതൊരു കൃതിയായിട്ട് പ്രസിദ്ധീകരണം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇതിൽ ഓരോ വാക്കും സ്വാമി തിരുപ്പാദങ്ങളുടെ വചനങ്ങളാണ്. ഒരു കുടുംബസ്ഥൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയണം, അയ്യോ ഇതൊക്കെ ഒരു പൗരാണികമായ സങ്കല്പങ്ങളല്ലേ, ഞങ്ങൾ എന്തിനു ആചരിക്കണം? അപ്പൊ അങ്ങനെ നമുക്കൊരു വ്യത ഉള്ളിൽ മാറ്റിവെക്കാം. ഗുരു പറഞ്ഞതാണല്ലോ, നമ്മളെല്ലാവരും ഗുരുഭക്തരാണല്ലോ. അപ്പൊ ഗുരു പറഞ്ഞിരിക്കുന്ന കുടുംബസ്ഥർ ആചരിക്കേണ്ടുന്ന ധർമ്മങ്ങളെ നാം ആചരിച്ചിട്ടാണോ നാം മറ്റ് ആശ്രമങ്ങളിലുള്ള ആൾക്കാർ വിമർശിക്കുന്നത്? നമ്മുടെ ധാരണ കുടുംബസ്ഥർക്ക് പ്രത്യേകിച്ച് യാതൊരു ധർമ്മങ്ങളും ഇല്ല, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് യാതൊരു ധർമ്മങ്ങളും ഇല്ല. അവന് തോന്നിയ പോലെ സ്കൂളിൽ പോകാം, എന്തു വേണം ചെയ്യാം, ഒരു കുടുംബസ്ഥര് തോന്നിയ പോലെ ജീവിക്കാം. സന്യാസ വേഷധാരിയായ ആൾക്കാർ മാത്രമാണ് ഇതെല്ലാം പാലിക്കേണ്ടത് എന്നൊരു ധാരണ നമുക്കുണ്ട്. എന്നോടും പലരും വ്യക്തിപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നാം പറയുന്നു, നമ്മൾ അതിന് കൊടുക്കുന്ന മറുപടി, നിങ്ങൾക്കും ധർമ്മങ്ങളുണ്ട്, നിങ്ങൾക്കും വിഹിതമായ ധർമ്മങ്ങളുണ്ട്. ആ വിഹിതമായ ധർമ്മത്തെ ആചരിക്കേണ്ടത് നിങ്ങളുടെയും കർത്തവ്യമാണ്. വിഹിതമായ ധർമ്മത്തെ ആചരിക്കേണ്ടത് നമ്മുടെയും കർത്തവ്യമാണ്. ആ പറഞ്ഞു വരുന്ന തത്തദാശ്രമ സംബന്ധ വിധ ഓരോരോ ആശ്രമത്തിലും നമുക്ക് കൽപ്പിച്ചിരിക്കുന്ന ധർമാനുഷ്ഠാനങ്ങൾ ചെയ്യുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. ആ ധർമാനുഷ്ഠാനങ്ങൾ ചെയ്യുക എന്നതിന് തന്നെയാണ് മുൻ ശ്ലോകത്തിൽ ഗുരുദേവൻ നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ധർമാനുഷ്ഠാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മം സ്വാഭാവികമായിട്ടും അത് ഈശ്വരേച്ഛാപൂർവമായ ഗുരുവിന്റെ ഇച്ഛാപൂർവമായ കർമ്മമായിട്ട് മാറുന്നു. ആ കർമ്മം ഒരിക്കലും നമുക്ക് ദുഃഖത്തെ നൽകുകയില്ല. ഇനി അടുത്ത ശ്ലോകത്തില് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സുഖത്തിന്റെ ഒരു ഹേതുവിനെ കുറിച്ച് കൂടി ഗുരു ചില ആശയങ്ങളെ മുമ്പിൽ വെച്ച് പറയുന്നു. ഈ ശ്ലോകങ്ങൾ വളരെ പ്രസിദ്ധമാണ്, ഗുരുവിന്റെ വചനങ്ങളായിട്ട് ഒരുപാട് പ്രചരിച്ച ആശയങ്ങളാണ് ഈ ശ്ലോകത്തിൽ കാണുന്നത്. ശ്ലോകം 136. ദിവാകൃതം തമിശ്രായാം മാസേഷ്വഷ്ടസു യത്കൃതം വൃഷ്ടാവപി സുഖായൈവം കൃതം ബാല്യേ തു യൗവനേ. അതിനോട് ചേർന്ന് വരുന്ന അടുത്ത ശ്ലോകം 137. താരുണ്യേ വിഹിതം യത്തത് വാർദ്ധക്യേ ച സുഖാപ്തയേ ആമൃതേരഖിലാവൃത്തി സ്യാദ് ഉത്തരസുഖായ ച. ഒരുമിച്ച് വായിക്കാം. ദിവാകൃതം തമിശ്രായാം മാസേഷ്വഷ്ടസു യത്കൃതം വൃഷ്ടാവപി സുഖായൈവം കൃതം ബാല്യേ തു യൗവനേ താരുണ്യേ വിഹിതം യത്തത് വാർദ്ധക്യേ ച സുഖാപ്തയേ ആമൃതേരഖിലാവൃത്തി സ്യാദ് ഉത്തരസുഖായ ച. മുൻ ശ്ലോകത്തിൽ ഗുരു കർമ്മബന്ധനത്തിന്റെ ഹേതു കർമ്മം തന്നെയാണ് നമ്മൾ സൂചിപ്പിക്കേണ്ടത്. അത് ദുഃഖത്തിന്റെ ഹേതു നമ്മുടെ കർമ്മം തന്നെയാണ്. ഈ ശ്ലോകങ്ങളിൽ സുഖത്തിന്റെ ഹേതു നമ്മുടെ കർമ്മം തന്നെയാണെന്ന് പറയുന്നു. ബ്രഹ്മവിദ്യാ പഞ്ചകം അധ്യയനം ചെയ്യുന്ന സമയത്ത് നമുക്ക് കർമ്മത്തിന്റെ ഈ ഗതിയെ കുറിച്ച് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. കർമ്മത്തിന് 3 പ്രകാരത്തിലുള്ള ഭേദങ്ങൾ ഉണ്ടെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. സഞ്ചിതം, ആഗാമി, പ്രാരബ്ധം. ഈ 3 കർമ്മങ്ങളെ കുറിച്ച് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. എങ്കിലും സാന്ദർഭികമായിട്ട് ഈ ആശയം വന്ന സ്ഥിതിക്ക് ഒന്നുകൂടി നമുക്കതിനെ ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സുഖം ദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നത് പ്രാരബ്ധവശാലാണ്. പ്രാരബ്ധമാണ് നമുക്ക് ദുഃഖത്തെയും സുഖത്തെയും ഉണ്ടാക്കുന്നത്. എന്താണ് പ്രാരബ്ധം? നമ്മളൊരു ജോലി ചെയ്യുന്നു, ഒരു കൃഷി ചെയ്യുന്നു എന്ന് കരുതുന്നു. ആ കൃഷിയിൽ നമ്മൾ നിലമൊരുക്കുന്നു, വിത്ത് വിതയ്ക്കുന്നു, ഇത്യാദി എല്ലാ കർമ്മങ്ങളും എന്താണ്? അത് ആഗാമി കർമ്മങ്ങളാണ്. അങ്ങനെ വിളയുണ്ടായതിനു ശേഷം അത് കളപ്പുരയിൽ സൂക്ഷിക്കുന്നു. കളപ്പുരയിൽ സൂക്ഷിച്ച ആ ധാന്യത്തെ നമുക്ക് എന്ത് പറയാം? സഞ്ചിത കർമ്മം എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഉപയോഗത്തിന് നിത്യേന കളപ്പുരയിൽ നമ്മൾ കുറച്ച് ധാന്യത്തെ എടുക്കുന്നു.
അതിനെന്ത് പറയാം? അതിനെ പ്രാരബ്ധം എന്ന് പറയും. ഈ ആശയത്തെ മനസ്സിലാക്കി നമുക്ക് ഈ കർമ്മത്രയത്തെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വ്യക്തി അധ്വാനിക്കുന്നു, ആ അധ്വാനം എന്താണ്? ആഗാമി കർമ്മമാണ്. അധ്വാനിച്ച് ലഭിക്കുന്ന ധനം ബാങ്കിൽ നിക്ഷേപിക്കുന്നു, അത് സഞ്ചിത കർമ്മമാണ്. നിക്ഷേപിച്ച ആ ധനത്തെ നമ്മൾ നിത്യോപയോഗത്തിന് വേണ്ടി അല്പാൽപ്പം വിഡ്രോ ചെയ്യുന്നു, എടുക്കുന്നു, പിൻവലിക്കുന്നു, അത് പ്രാരബ്ധ കർമ്മമാണ്. അപ്പൊ നമുക്ക് നമ്മൾ അനുഭവിക്കുന്നത് ബാങ്കിൽ നിന്ന് എടുക്കുന്ന പൈസയാണ്. ദുഃഖമായാലും സുഖമായാലും ആ എടുക്കുന്ന പൈസയാണ് നമ്മുടെ അനുഭവം, ജീവിതാനുഭവം. കളപ്പുരയിൽ നിന്ന് എടുക്കുന്ന ധാന്യമാണ് നമ്മുടെ അനുഭവം. കളപ്പുരയിൽ കെട്ടിക്കിടക്കുന്ന ധാന്യമല്ല. നമ്മുടെ വിശപ്പ് മാറ്റുന്നത്, അത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ എടുക്കുന്ന ധാന്യമാണ്. അതേപോലെ നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മത്തെയും എന്ത് പറയാം? ആഗാമി കർമ്മം എന്ന് പറയാം. ആഗാമി മീൻസ് വരാൻ പോകുന്ന കർമ്മം. അങ്ങനെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ അനേകായിരം കാലഘട്ടത്തിൽ നാം ചെയ്തിരിക്കുന്ന മുഴുവനും കർമ്മവും, ആ കർമ്മത്തിന്റെ ഫലസംസ്കാരം നമ്മുടെ ഉള്ളിൽ സഞ്ചിതമായിട്ടുണ്ട്. ആ സഞ്ചിതമായിരിക്കുന്ന കർമ്മസഞ്ചയത്തിൽ നിന്നും അല്പാൽപ്പം നമ്മൾ എടുക്കുകയാണ്, നിത്യം എടുക്കുകയാണ്. ആ അല്പാൽപ്പം എടുക്കുന്നതാണ് പ്രാരബ്ധ കർമ്മം. ഈ പ്രാരബ്ധ കർമ്മമാണ് നമ്മുടെ ജീവിത അനുഭവം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം ഇപ്പോൾ എന്താണോ, എപ്രകാരമാണോ, അത് പ്രാരബ്ധ കർമ്മമാണ്. ഇനി ഈ കർമ്മഗതി വളരെ രസകരമാണ്. ഇപ്പൊ നമ്മുടെ സഞ്ചിതമായിരിക്കുന്ന അക്കൗണ്ടില്, കാർമിക് അക്കൗണ്ടില് നമുക്ക് സുഖത്തെ പ്രദാനം ചെയ്യുന്ന കർമ്മവുമുണ്ട്, ദുഃഖത്തെ പ്രദാനം ചെയ്യുന്ന കർമ്മമുണ്ട്. രണ്ടുമുണ്ട്. കാരണം നാം കർമ്മം ചെയ്യുന്ന വേളയിൽ അനേകായിരക്ക് ദുഃഖം കൊടുത്തിട്ടുണ്ട്, ശ്രേഷ്ഠമായ കർമ്മം ചെയ്തിട്ടുണ്ട്. ഒക്കെ നമ്മൾ മിശ്രീഭൂതമായാണ് കർമ്മം ചെയ്തത്. കാരണം കർമ്മത്തെക്കുറിച്ച് നമുക്ക് അറിവില്ലായിരുന്നു, അതുകൊണ്ട് തോന്നിയ പോലെ കർമ്മം ചെയ്തു. അപ്പൊ സുഖത്തിന് ഹേതുവായിരിക്കുന്ന കർമ്മവും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്, ഈശ്വരീയമായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ശരിയാണ്. അപ്പൊ അത് സുഖത്തിന് ഹേതുവായ കർമ്മമാണ്. ഇനി ഒരുപാട് പേരെ പാര വെച്ചിട്ടുണ്ട്, നമ്മുടെ വിജയത്തിന് വേണ്ടി പലരെയും നമ്മൾ ഒതുക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ദുഃഖത്തിന് ഹേതുവായ കർമ്മമാണ്. ആ രണ്ട് കർമ്മങ്ങളും നമ്മുടെ സഞ്ചിതമായിരുന്ന അക്കൗണ്ടിലേക്ക് എടുക്കുന്നു. ആ അക്കൗണ്ടിൽ നിന്ന് ഏത് കർമ്മമാണ് പ്രാരബ്ധമായിട്ട് വരുന്നതെന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കില്ല. നമ്മൾ ഇന്ന് നല്ല സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ഇരിക്കുന്നു. കാരണം എന്താണ്? സഞ്ചിതമായിരിക്കുന്ന കാർമിക അക്കൗണ്ടിൽ നിന്ന് സുഖത്തെ പ്രദാനം ചെയ്യുന്ന കർമ്മങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത നിമിഷം നാം ഏതോ കാലത്ത് ചെയ്ത ദുഃഖത്തെ പ്രദാനം ചെയ്യുന്ന ഒരു കർമ്മം പ്രാരബ്ധമായിട്ട് വരികയാണ്. അപ്പൊ ഇന്നലെ വരെ വലിയ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിച്ച നമ്മള് പൊടുന്നിനെ ദുഃഖത്തിലായി. അത് വളരെ വിചിത്രമാണ്. അപ്പൊ നമുക്ക് തന്നെ വ്യക്തിപരമായിട്ട് പലരെ അറിയാം, ഒരിക്കലും ദുഃഖം വരില്ല, അല്ലെ അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് പോകില്ല എന്ന് കരുതിയ ആൾക്കാർ പോലും വളരെ ജീവിതത്തിൽ അവരൊരിക്കലും കാണാൻ സാധ്യതയില്ലാത്തൊരു ജീവിതാനുഭവത്തെ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കും. ഇന്നലെ വരെ വലിയ എല്ലാ സുഖ സൗകര്യങ്ങളും കൂടിയും എല്ലാ സമാധാനത്തോടു കൂടി കഴിഞ്ഞ ആളുകൾ ഇന്ന് ഒന്നുമല്ല. നോക്കൂ, ഒരു പെൺകുട്ടിയുടെ കഥ കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടു. സമൂഹത്തിന്റെ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന നാടോടിയായ ഒരു പെൺകുട്ടി. സാധാരണ വീട്ടിൽ പോലും അന്തസ്സോട് കൂടി, അന്തസ് മീൻസ് നല്ല കുടിക്കാനും കഴിക്കാനുമുള്ള ഒരു സാധാരണ വീട്ടിൽ പോലും ജനിച്ച്, അങ്ങനെ ദാരിദ്ര്യമാണെങ്കിൽ കൂടി അത്യാവശ്യം ഒരു കൊച്ചു വീട്ടിലെങ്കിലും ജനിച്ച് അങ്ങനെയുള്ള സാഹചര്യം ഇല്ലാത്തൊരു പെൺകുട്ടി, നാടോടികളായിട്ട് ജീവിക്കുന്ന പെൺകുട്ടി. ആ പെൺകുട്ടി മാല വിറ്റ് നാടോടിയായി നടന്ന് 2 ആഴ്ച കൊണ്ട് വലിയ വലിയ കാറുകളിൽ, വലിയ ഒരു സെലിബ്രിറ്റികളെ പോലെ വലിയ ജീവിതം ആഘോഷിക്കുന്നു. നാളെ മാറി മറിയാതിരിക്കാം. പക്ഷെ കഴിഞ്ഞ കാലത്തിനേക്കാളും ഒരിക്കലും ആ കുട്ടിക്കോ അല്ലെങ്കിൽ അവർക്കോ സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു ജീവിതാനുഭവം മുമ്പിൽ വരികയാണ് പെട്ടെന്ന്. ഞാൻ പറഞ്ഞിരിക്കുന്നത് കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട ആ പെൺകുട്ടിയുടെ കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ വിരുദ്ധമായ ജീവിതാനുഭവം വരുന്നത്? പ്രാരബ്ധം ദുഃഖത്തിൻ്റെതായിരുന്നു, പ്രാരബ്ധം ഇപ്പോൾ സുഖത്തിനായിട്ട് മാറി. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രാരബ്ധ കർമ്മങ്ങൾ ഏതാണെന്ന് നിശ്ചയിക്കാൻ സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എത്ര ജീവിതത്തെ കംഫർട്ട് ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും, എത്ര സുരക്ഷിതമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും, അതിനുവേണ്ടി എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാലും, അതിനെല്ലാം മറികടന്ന് എന്ത് വരുന്നു? പ്രാരബ്ധ കർമ്മം ജീവിതത്തിലേക്ക് വരുന്നു. നമ്മുടെ എല്ലാ സുരക്ഷിതമായ വ്യക്തികളെയും തകർത്ത് തരിപ്പണമാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദുഃഖത്തിന് തീമഴ പെയ്യിക്കുന്നു. അപ്പൊ ഈ പ്രാരബ്ധത്തിൽ രക്ഷപ്പെടാൻ എന്താണ് വഴി? ഒരിക്കലും സഞ്ചിതമായിരിക്കുന്ന കർമ്മത്തിൽ നിന്ന്, ആ കാർമിക് അക്കൗണ്ടിൽ നിന്ന് ദുഃഖത്തെ ഉണ്ടാക്കുന്ന ഒരു പ്രാരബ്ധവും വരാതിരിക്കുക എന്നത് മാത്രമാണ് വഴി.
നാം അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളും സുഖത്തെ മാത്രം പ്രദാനം ചെയ്യണമെങ്കിൽ കാർമിക് അക്കൗണ്ടിലേക്ക് സുഖത്തെ മാത്രം പ്രദാനം ചെയ്യുന്ന കർമ്മങ്ങളെ നാം നിക്ഷേപിക്കണം. ഒരിക്കലും ദുഃഖം, കാരണം ഇന്ന് നമ്മൾ നൈസായിട്ട് ഒരാളെ പാര വെച്ചു, നമ്മൾ വരുന്നു, ആരും അറിഞ്ഞില്ല, രക്ഷപ്പെട്ടു. പക്ഷെ നിശ്ചയമായിട്ട് അത് നമ്മുടെ കർമ്മസഞ്ചിതമായി കഴിഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാള് അത് ഇരട്ടി ശക്തിയോടുകൂടി പ്രാരബ്ധമായിട്ട് ദുഃഖമായിട്ട് നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ദുഃഖത്തിൽ നിന്ന് ജീവിതത്തിൽ ദുഃഖം ഉണ്ടാകാതിരിക്കാനുള്ള ഏക വഴി കർമ്മ സഞ്ചിതമായിരിക്കുന്ന കർമ്മ സഞ്ചയത്തിലേക്ക് ഒരിക്കലും ദുഃഖത്തെ പ്രദാനം ചെയ്യുന്ന പ്രാരബ്ധ കർമ്മങ്ങളെ നിറയ്ക്കാതിരിക്കും. ഇത് മാത്രമല്ല, അതിനു വേണ്ടിയാണ് ഗുരു പറയുന്നത്, ഈ ഒരു ആശയത്തെ പറയുന്നത്. കാരണം ഈ കർമ്മത്തിന്റെ ഈ ഒരു ഗതിയെ നമുക്ക് മനസ്സിലാക്കിയാൽ ഈ ശ്ലോകത്തിനൊരു ഗംഭീരത മനസ്സിലാക്കാൻ സാധിക്കും. ഗുരു പറയുന്നു, പകല് ചെയ്യുന്ന കർമ്മങ്ങൾ രാത്രിയിലെ സുഖത്തിനായിട്ട് ഭവിക്കും. ഒരാൾ പകല് മുഴുവൻ നന്നായിട്ട് അധ്വാനിച്ച് വളരെ ആത്മസംതൃപ്തിയോട് കൂടി അധ്വാനിച്ച് നല്ലൊരു ജീവിതം നയിച്ചാൽ സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും. നമുക്ക് കട്ടിലേക്ക് കിടന്ന ഉടനെ നമുക്ക് ഉറക്കം ലഭിക്കും. ഏറ്റവും വലിയ അനുഗ്രഹമാണ് സുഖനിദ്ര എന്നുള്ളത്. പകല് മുഴുവൻ ഓരോരോ ടെൻഷനുകൾ, ഓരോരോ എന്താ പറയാ, മറ്റുള്ളവർക്ക് ദുഃഖത്തെ കൊടുക്കുക, മറ്റുള്ളവരെ ശകാരിക്കുക, അങ്ങനെയുള്ള ഒരു അസ്വസ്ഥകരമായ കർമ്മങ്ങൾ ചെയ്താൽ രാത്രിയിൽ അദ്ദേഹത്തിന് സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് പകല് ചെയ്യുന്ന ശ്രേഷ്ഠമായ കർമ്മം രാത്രിയിൽ സ്വസ്ഥമായിട്ട് നമുക്ക് ഉറക്കത്തെ പ്രദാനം ചെയ്യും. അതേപോലെ 8 മാസക്കാലം നമ്മൾ ചെയ്യുന്ന നല്ല പരിശ്രമങ്ങൾ മഴക്കാലത്ത് നമുക്ക് അനുഗ്രഹത്തെ തരുന്നു. ഇന്നത്തെ കാലത്ത് വെച്ച് നമ്മളിനെ ചിന്തിക്കരുത്. ഒരു പഴയ കാലഘട്ടം, ഒരു ഉദാഹരണം മാത്രമാണ്. ഒരു പഴയ കാലഘട്ടത്തിലെ ഉദാഹരണം. മഴക്കാലത്ത് കൃഷിയോ മറ്റോ ചെയ്യാൻ വലിയ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അന്യമാസക്കാലത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ധനധാന്യങ്ങൾ സമ്പാദിക്കണം. അപ്പൊ 8 മാസക്കാലം നന്നായിട്ട് പ്രയത്നിച്ച് ധനധാന്യങ്ങൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ അന്യമാസക്കാലത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സുഖത്തെ അനുഭവിക്കാം, ആ ധനത്തെ അനുഭവിക്കാം. അതേപോലെ ബാല്യത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ യൗവനത്തില് അത് സുഖത്തിനായിട്ട് തീരുന്നു. ബാല്യത്തിലെ ശ്രേഷ്ഠമായ കർമ്മം. ബാല്യത്തിൽ ഒരു വ്യക്തിക്ക്, ആ ഒരു കുഞ്ഞിന് കർമ്മത്തെ ശ്രേഷ്ഠമായിട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ആ കുഞ്ഞിന് കർമ്മ സംസ്കാരത്തെ കുറിച്ച് അറിയില്ല. ഈ കർമ്മം തെറ്റാണോ ശരിയാണോ എന്ന് അറിയില്ല. അതുകൊണ്ട് മാതാപിതാക്കളാണ് ഒരു കുഞ്ഞിനെ, അത് ഗുരുദേവൻ അടുത്ത അധ്യായത്തിൽ ബ്രഹ്മചര്യം എന്നുള്ള അധ്യായത്തിൽ ആശയത്തെ വിസ്തരിച്ച് പറയുന്നുണ്ട്. മാതാപിതാക്കളാണ് ഒരു കുഞ്ഞിന്റെ കർമ്മഗതിയെ നിശ്ചയിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ബാല്യത്തിൽ ചെയ്യുന്ന നമ്മുടെ കർമ്മം യൗവനത്തിൽ നമുക്ക് സുഖത്തിന് ആയിക്കൊണ്ട് ഭവിക്കും. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, യൗവനത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മം, യുവാവായിരിക്കുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മം വാർദ്ധക്യത്തിൽ നമ്മുടെ ജീവിതത്തെ സ്വസ്ഥമാക്കുന്നു, ചിന്താമുക്തമാക്കുന്നു, ആനന്ദഭരിതമാക്കി തീർക്കുന്നു. നോക്കൂ, യുവാക്കളെ ചെയ്യുന്ന കർമ്മം നോക്കൂ, നമ്മൾ വലിയൊരു അതിശയമില്ല. നമുക്ക് ഒരു പ്രകാരത്തിലുള്ള സാമൂഹ്യമായ പ്രതിബദ്ധതയും ഇല്ലാതെ തനിക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ ആൾക്കാരെയും കൊന്നുകളയുക, തനിക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ ആളുകളെയും വകവരുത്തുക എന്നുള്ളൊരു ആശയത്തിലേക്ക് യുവജനത മെല്ലെ മെല്ലെ മാറുന്ന വലിയ ഒരു ദുഃഖപൂരിതമായ ഒരു കാഴ്ച നമുക്ക് വർത്തമാന കാലത്ത് കാണാൻ സാധിക്കും. അതിനൊരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോ ഈ അടുത്ത കാലത്ത് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പേരൊന്നും പറയുന്നില്ല. ആ സിനിമയിലെ നായകൻ ഇതിനു മുമ്പ് അറിയപ്പെടുന്ന ഒരു സിനിമാ നടന്റെ മകനായിരുന്നു. ദീർഘകാല മലയാള സിനിമയിൽ അറിയപ്പെടുന്ന സിനിമാ നടനായിട്ട് വിലസിയ ഒരു ആളുടെ മകനായിരുന്നു. ഈ നായകൻ ഒരു വക്കീലിന്റെ വേഷമാണ് ചെയ്തത്. അപ്പൊ ആ സിനിമയുടെ കഥയും സംവിധാനമൊക്കെ വേറെ വ്യക്തിയാണ്. ഈ നായകനും ഒരു കഥയും ഒരു തിരക്കഥാകൃത്തും സംവിധാനവും ഒക്കെ ആണ്. പക്ഷെ ആ സിനിമയുടെ തിരക്കഥ സംവിധാനം വേറൊരു വ്യക്തിയാണ്. ഈ അടുത്ത് ഏതാണ്ട് ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പ് മാത്രം ഇറങ്ങിയ ഒരു സിനിമയാണ്. അപ്പൊ ആ നായകൻ വക്കീലാണ്. അപ്പൊ ആ നായകൻ തന്റെ ജീവിത വിജയത്തിന് വേണ്ടി കൂടെയുള്ള ആൾക്കാരെ വകവരുത്തുന്നു, കൊല്ലുന്നു, എത്ര വലിയ അധാർമികമായ പ്രവൃത്തിയും ചെയ്യുന്നു, ഒടുവിൽ ജീവിത വിജയം നേടുന്നു. ഇതാണ് ആ സിനിമയുടെ ഇതിവൃത്തം. ആ സിനിമയിൽ ആ നായകൻ ചെയ്ത മോശമായ പ്രവൃത്തി കാരണം നായകന് ദുഃഖം ഉണ്ടാവുകയും ഒടുവിൽ തിരിച്ചറിവുണ്ടായി നല്ല കർമ്മത്തിലേക്ക് മാറി ഒരു ശ്രേഷ്ഠമായ ജീവിതത്തെ കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നു എന്നതാണ് ആ ഒരു ഇതിവൃത്തമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ തൻ്റെ വിജയത്തിന് വേണ്ടി നിഷ്ഠൂരമായിട്ട് ആളുകളെ കൊന്നൊടുക്കുന്നു, തൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് എന്ത് ക്രൂരമായ കർമ്മവും ചെയ്യാൻ യാതൊരു മടിയുമില്ല. അങ്ങനെ ഒരു വ്യക്തിക്ക് ഉയർന്ന ജീവിത വിജയം കിട്ടി
വളരെ കഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് ഉയർന്നൊരു വിജയം കിട്ടി. അങ്ങനെ ജീവിത വിജയം നേടിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കാണുന്ന ഒരു തലമുറയ്ക്ക് എന്ത് തോന്നും? കാരണം നമ്മള് ഓരോരോ കാലഘട്ടത്തിൽ എന്താണോ സമൂഹത്തിൽ ഏറ്റവും പ്രഭാവം ചെലുത്തുന്നത്, ആ പ്രഭാവമാണ് എല്ലാവരുടെയും കർമ്മത്തെ നിശ്ചയിക്കുന്ന ഒരു ഹേതു, ഒരു കാരണം ഓരോരോ കാലത്ത്. ഇന്നത്തെ കാലത്ത് യുവാക്കളെ ഏറ്റവും സ്വാധീനിക്കുന്നത് സിനിമകളാണ്. ആ സിനിമകളിലെ ആശയങ്ങൾ യുവാക്കളെ വലിയ രീതിയിൽ സ്വാധീനിക്കും. ഈ സിനിമയിൽ ആശയം പറയാണ്, നിങ്ങൾക്ക് ജീവിത വിജയം വേണമെങ്കിൽ ആരെയും കൊല്ലാം, ആരെയും തട്ടാം, ആരെയും ചതിക്കാം, എന്ത് ഭാര്യയും വെക്കാം, നിങ്ങൾ ആത്യന്തികമായിട്ട് ജയിച്ചിരിക്കും. ഇതാണ് ഈ സിനിമയിലെ ഇതിവൃത്തം. അപ്പൊ ആ സിനിമയിൽ അവസാനം വന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ ഈ രീതിയിൽ ജീവിത വിജയം നേടിയ നായകന്റെ ഭാര്യയോട് പറയുന്നു, ഞാൻ കർമ്മത്തിൽ വിശ്വസിക്കുന്നു, കർമ്മം തിരിച്ചടിക്കും. അപ്പൊ ഈ നായകന്റെ ഭാര്യ അതിനെ പുച്ഛിച്ച് തള്ളുന്നു. സിനിമ സമാപ്തമാകുന്നു. അപ്പൊ നോക്കൂ, ആശയം നോക്കൂ, എങ്ങനെ അധാർമികമായ വൃത്തി നടത്തി കഴിഞ്ഞാലും അതൊന്നും യാതൊരു കുഴപ്പവുമില്ല എന്ന് ബോധിപ്പിക്കുന്ന സാമൂഹ്യ സാഹചര്യമാണ് മുമ്പിലുള്ളത്. അപ്പൊ ഈ സാമൂഹ്യ സാഹചര്യത്തിൽ എങ്ങനെയാണ് യുവജനത ശ്രേഷ്ഠമായ കർമ്മത്തെ ധർമാചരണത ചെയ്യുക? വളരെ കഠിനമാണ്. അപ്പൊ ഗുരുവിന്റെ ഈ ആശയത്തിന് സമകാലിക പ്രസക്തി കൂടി ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഗുരു പറയുന്നു, താരുണ്യത്തിൽ യുവാവായിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കർമ്മമാണ് വാർദ്ധക്യത്തിലെ സുഖത്തിന് ഹേതുവായിരിക്കുന്നത്. ഇനി പറയുന്നു, ഒരു വ്യക്തിയുടെ യസ്യ ആമൃതേ അഖിലാവൃത്തി ഉത്തരസുഖായ ച സ്യാദ്. ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ അനുഷ്ഠിച്ച ആ കർമ്മത്തിന്റെ ആകെ സംസ്കാരം ഉത്തരകാലത്തിലേക്ക്, അടുത്ത ജന്മത്തില്, ഇനിയൊരു ജന്മത്തിലേക്ക് ആ വ്യക്തിക്ക് ശ്രേഷ്ഠതയെ പ്രദാനം ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ആശയം? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആശ്രമധർമ്മങ്ങൾ, നാം ഏത് മേഖലയിൽ നിൽക്കുന്നു, ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥിയുടെ ധർമ്മങ്ങൾ, കുടുംബസ്ഥനാണെങ്കിൽ കുടുംബസ്ഥയുടെ ധർമ്മങ്ങൾ, സന്യാസിയാണെങ്കിൽ സന്യാസിയുടെ ധർമ്മങ്ങൾ, ഏത് മേഖലയാണ് നിൽക്കുന്നത്, തദ്വത് മേഖലയിലെ ധർമ്മങ്ങളെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ അനുഷ്ഠാനം നമുക്ക് ജീവിതത്തിൽ മുഴുവനായിട്ടും സുഖത്തെ പ്രദാനം ചെയ്യുന്നു എന്നാണ് നമുക്ക് ഗുരുവിന്റെ ഈ ആശയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആ ധർമാനുഷ്ഠാനങ്ങളെ കുറിച്ച് അടുത്ത അധ്യായത്തിൽ വിസ്തരിച്ച് പറയുന്നു. അപ്പൊ 138 ശ്ലോകത്തിൽ ഈ 5-ാമത്തെ അധ്യായത്തെ ഗുരുദേവൻ ഉപസംഹരിക്കുന്നു. എന്താണ് പറയുന്നത്? യഥാവദാശ്രമവിധീൻ സമനുഷ്ഠിതവാൻ പുമാൻ സ്വയമേവേദി വിജ്ഞേയോ ലോകതത്വാർത്ഥവേദിഭിഃ. ഒന്നുകൂടി ചൊല്ലാം. യഥാവദാശ്രമവിധീൻ സമനുഷ്ഠിതവാൻ പുമാൻ സ്വയമേവേദി വിജ്ഞേയോ ലോകതത്വാർത്ഥവേദിഭിഃ. യഥാവത് ആശ്രമവിധീൻ യ സമനുഷ്ഠിതവാൻ. ആരാണോ ആശ്രമധർമ്മങ്ങളെ നല്ല പ്രകാരത്തിൽ അനുഷ്ഠിക്കുന്നത്, സ അയമേവ ലോകതത്വാർത്ഥവേദിഭിഃ പുമാനിധി വിജ്ഞേയ. ആ ഒരു വ്യക്തിയാണ് ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്ന് ലോകര് പറയുന്നത്. അല്ലെങ്കിൽ യോഗികൾ, അല്ലെങ്കിൽ സജ്ജനങ്ങൾ, വിദ്വാൻമാർ, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ശ്രേഷ്ഠനായ വ്യക്തി എന്ന് പറയുന്നത്, ആരാണോ ആശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 138 ശ്ലോകത്തിലൂടെ 5-ാമത്തെ അധ്യായത്തെ ഗുരുദേവൻ ഉപസംഹരിച്ചിരിക്കുകയാണ്.